Hello friends, this is Sajil and welcome back to another episode of Sajil's Tech Center. ഇപ്പോൾ ഒരുപാട് പേര് കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കീവേഡ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ജോബ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡാറ്റ എൻട്രി വർക്കുകൾ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ഡാറ്റ എൻട്രി വർക്കുകൾ ചെയ്തിട്ട് അതെല്ലാം സ്കാം ആയി പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പേയ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇപ്പോൾ ഫൈവറിൽ വർക്ക് ചെയ്യാൻ ഒരു അവസരമുണ്ട്. ഒരുപാട് നാളായിട്ടൊന്നും ഈ കാറ്റഗറി വന്നിട്ടില്ല. ഈ അടുത്തായിട്ട് ഒരുപാട് വർക്കുകൾ ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ അല്ലെങ്കിൽ വിർച്വൽ അസിസ്റ്റന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ജോബുകൾ ഇപ്പോൾ ഫൈവറിൽ വന്നു തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ നാളായിട്ട് ഫൈവർ ഡൗൺ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറേ വീഡിയോസ് ഒക്കെ ഒഴിവാക്കിയത് കുറേ നാളത്തേക്ക്. പക്ഷെ ഇപ്പോൾ വർക്കെല്ലാം തിരിച്ചു വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വരുമാനം ലഭിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി കൂടിയാണ് ഈ ഡാറ്റ എൻട്രി. നല്ല ഡിമാൻഡുള്ള ഒരു കാറ്റഗറി കൂടിയാണ്. അപ്പോൾ അതിൽ എങ്ങനെ നമുക്ക് ഒരു സർവീസ് ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം മുതലായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഡാറ്റ എൻട്രി എങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് പ്രോജക്ട്സ് ആണ് നമുക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിരുന്നു. അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ട് കോപ്പി പേസ്റ്റ് ജോബ്, അതുപോലെ തന്നെ ടൈപ്പിംഗ് ജോബ്, PDF ടു എക്സൽ ജോബൊക്കെ അതിനെയൊക്കെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കംപ്ലീറ്റ് ആയിട്ട്. നിങ്ങൾ അത് കണ്ടു നോക്കുക, എങ്ങനെ നമുക്ക് കിട്ടുന്ന വർക്കുകൾ ചെയ്യാം അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് വർക്കുകളാണ് നമുക്ക് വരുന്നത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണത്. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റിലും ഞാൻ പിൻ ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ വരുമാനം ലഭിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയായി മാറിയിട്ടുണ്ട് ഈ ഡാറ്റ എൻട്രി അല്ലെങ്കിൽ വിർച്വൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയും സബ് കാറ്റഗറിയും ഫൈവറിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗായ്സ്, ഇന്ന് നമ്മളിപ്പോൾ ഫൈവറിലുള്ള ഡാറ്റ എൻട്രി ജോബുകളെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് നാളായി ഫൈവറിൽ കുറിച്ച് ഡാറ്റ എൻട്രി, പ്രത്യേകിച്ച് ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ട്. ഇപ്പോൾ കൂടുതൽ ആളുകളും ഇപ്പോൾ ഡാറ്റ എൻട്രി അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബുകൾ നോക്കുമ്പോൾ കൂടുതലും ഡാറ്റ എൻട്രി ജോബുകളാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഇനി കുറച്ച് ദിവസം ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാകും. ഇപ്പോൾ ഫൈവറിനെ കുറിച്ച് ഒട്ടും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോയുടെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ നമുക്കിതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാം, എങ്ങനെ സർവീസ് ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ആ ഒരു പ്ലേലിസ്റ്റിലുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ അഡ്രസ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോസ് ഡീറ്റെയിൽസും അഡ്രസ്സിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതിലൂടെ നിങ്ങൾക്ക് കാണാം ഡാറ്റ എൻട്രി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നൂറുകണക്കിന് ആളുകൾ ഇതിൽ ഡാറ്റ എൻട്രി ജോബുകൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു അക്കൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഇദ്ദേഹം ചാർജ് ചെയ്യുന്നത് ഏകദേശം $15 2 മണിക്കൂറത്തേക്ക്. അതുപോലെ തന്നെ 11 ഓർഡേഴ്സ് ഓൾറെഡി ക്യൂ ഉണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഫൈവറിൽ വർക്ക് കുറവായിരുന്നു, കൊറോണയൊക്കെ കഴിഞ്ഞ ടൈം ആയത് കാരണം. പക്ഷേ ഇപ്പോൾ വർക്കുകൾ തിരിച്ചു വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വർക്കുകളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ടൈമാണ് ഫൈവറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലുള്ള ഡാറ്റ എൻട്രി സർവീസുകൾ ക്രിയേറ്റ് ചെയ്യാനും. ഇപ്പോൾ ഡാറ്റ എൻട്രി ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും ഏതൊക്കെ ടൈപ്പ് വർക്കുകളാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, അതെങ്ങനെ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചും. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അത്യാവശ്യം വേർഡ്, എക്സൽ ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഏതൊരു അക്കൗണ്ട് നോക്കിയാലും അത്യാവശ്യം ക്യൂ, ഇവിടെ 13 ഓർഡേഴ്സ് ക്യൂ ഉണ്ട്. എല്ലാവർക്കും അത്യാവശ്യം വർക്കുകൾ നല്ല രീതിയിൽ ഇപ്പോൾ ഇതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് എങ്ങനെ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യാം അതിൻ്റെ ഓപ്ഷൻസാണ് നമ്മൾ കാണിച്ച് തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വിച്ച് ടു സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് ബൈയിങ് ഓപ്ഷനിലാണ് നിൽക്കുന്നത്, സ്വിച്ച് ടു സെല്ലിങ്ങിലേക്ക് ആക്കുക. എന്നിട്ട് ഗിഗ്സ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള ഗിഗ്സ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നിട്ട് ക്രിയേറ്റ് എ ന്യൂ ഗിഗ് എടുക്കുക. എപ്പോഴും നിങ്ങൾ ഏതൊരു സർവീസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇതിൽ ഓൾറെഡി ഉള്ള സെല്ലേഴ്സിൻ്റെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അവരെന്തൊക്കെ ടൈപ്പ് ടെക്സ്റ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, ഏതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിനൊക്കെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് ഇടുകയാണ് നല്ലത്. ഓക്കെ, ക്രിയേറ്റ് ന്യൂ ഗിഗ് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൽ ടൈറ്റിൽ ഇവിടെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ഡാറ്റ എൻട്രി ആണ് ചെയ്യുന്നത് ഇതിലൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഐ വിൽ ബി യുവർ വിർച്വൽ അസിസ്റ്റൻറ്റ് ഫോർ ഡാറ്റ എൻട്രി, ടൈപ്പിംഗ്, കോപ്പി പേസ്റ്റ്. ഞാനിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ നമുക്ക്. നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ടെക്സ്റ്റ് കൊടുക്കുക നിങ്ങൾ.
ഇതിൽ ഇതുപോലെ ഒരു ഷോർട്ടോ ടൈറ്റിൽ അട്രാക്ട് മോർ ബയേഴ്സ് എന്നൊക്കെ കാണിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വർക്കാണ് അല്ലെങ്കിൽ വെർച്വൽ അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ കൂടുതലും VA ടൈറ്റിൽ കൊടുക്കുന്നത് നല്ലത്. കാരണം അതിൻ്റെ താഴെ ഇതെല്ലാം വരും, ടൈപ്പിംഗ്, കോപ്പി പേസ്റ്റ്, വെബ് റിസർച്ച് എല്ലാ സെക്ഷനും അതിൽ വരും. അപ്പോൾ എന്തായാലും ഇതുപോലൊരു ടൈറ്റിൽ കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ കാറ്റഗറിയാണ്. കാറ്റഗറി സെലക്ട് ചെയ്യുക. കാറ്റഗറിയിൽ ഡാറ്റ എടുക്കുക. ഓക്കെ, ഡാറ്റ എന്നിട്ട് സബ് സെക്ഷനിൽ ഒരുപാട് ഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് വരും. ഇതിൽ നിന്ന് ഡാറ്റ എൻട്രി എടുക്കുക. ഓക്കെ, ഇനി മറ്റൊരു സർവീസ് ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഇതെല്ലാം പുതിയ ഓപ്ഷൻസാണ്. അപ്പോൾ ആദ്യത്തെ എൻ്റെ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് കണ്ട ആളുകളുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർ ഈ വീഡിയോ കാണണം. കാരണം ഒരുപാട് ഓപ്ഷൻസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ്, നിങ്ങൾക്കിപ്പോൾ ഈ ഡാറ്റ എൻട്രി റിലേറ്റ് ചെയ്തിട്ട് 1, 2, 3 സർവീസുകൾ ക്രിയേറ്റ് ചെയ്യാം. പല പല സബ് കാറ്റഗറിയിലായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി ഡാറ്റ എൻട്രി ആണെങ്കിൽ സർവീസ് ടൈപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ജോബ് സെലക്ട് ചെയ്യാം, ഡാറ്റ ഫോർമാറ്റിംഗ് ആൻഡ് ക്ലീനിങ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെലക്ട് സർവീസ് ടൈപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ വേണമെങ്കിൽ ആ സെക്ഷൻ വേണമെങ്കിൽ എടുക്കാം, വെബ് റിസർച്ച് എടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ കോപ്പി പേസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ടൈറ്റിൽ വ്യത്യാസം വരുത്തിയിട്ട് നിങ്ങൾക്ക് സബ് കാറ്റഗറി, അടുത്ത കാറ്റഗറി വെബ് റിസർച്ച് വേണമെങ്കിൽ കൊടുക്കാം. ഇതെല്ലാം ഡാറ്റ എൻട്രി ജോബിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന സബ് കാറ്റഗറീസാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഇൻഡസ്ട്രീസും സെലക്ട് ചെയ്യാം. എന്തായാലും ഏത് ടൈപ്പ് വർക്ക് നിങ്ങൾക്ക് വരുമെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രീസും നമ്മൾ സെലക്ട് ചെയ്യാം. മാക്സിമം ഇൻഡസ്ട്രീസ് എല്ലാം സെലക്ട് ചെയ്യാം. ടൂൾ എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് എക്സൽ, ഗൂഗിൾ ഷീറ്റ്, സ്പ്രെഡ്ഷീറ്റ്, വേർഡ് ഇതെല്ലാം സെലക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇൻ പേജ് വേണ്ട ഇൻ പേജ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. നോട്ട് പാഡ് കൊടുക്കാം, ഗൂഗിൾ സ്ലൈഡ്സ് കൊടുക്കാം, ഗൂഗിൾ ഡോക്സ് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ സെർച്ച് ടാഗ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കീവേഡ്സ് കൊടുക്കേണ്ട ഓപ്ഷനാണിത്. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇപ്പോൾ ഡാറ്റ എൻട്രി എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഡീവിയേറ്റ് ആയിട്ട് നിങ്ങളുടെ പേജിലേക്കോ അല്ലെങ്കിൽ ഫൈവറിലേക്കോ വരാനുള്ള കീവേഡ്സാണ് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്. കീവേഡ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഡാറ്റ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ് ഇവിടെ വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം താഴെ ഡാറ്റ എൻട്രി എന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാറ്റ കളക്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ കാണാം ഡാറ്റ കളക്ഷൻ. ഇനി മറ്റുള്ള ആളുകൾ യൂസ് ചെയ്ത, ഇപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം ഓർഡേഴ്സ് ഉള്ള ആളുകളാണ്. ഇവർ യൂസ് ചെയ്ത അതേ കീവേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ പേജിൽ വന്നിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഏറ്റവും താഴെ, അതായത് ഇവർക്ക് കിട്ടിയ റിവ്യൂവിനും താഴെയായിട്ട് നിങ്ങൾക്ക് ഇവർ യൂസ് ചെയ്ത ടാഗുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 5 ടാഗുകൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് വെബ് റിസർച്ച്, വെർച്വൽ അസിസ്റ്റൻറ്റ്, ഡാറ്റ എൻട്രി, കോപ്പി പേസ്റ്റ്, ടൈപ്പ്. ഇതിൽ മറ്റുള്ള സെല്ലേഴ്സ് കൊടുത്ത ചില കീവേഡുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല. കാരണം ഒരുപാട് പേര് ആ കീവേഡ്സ് യൂസ് ചെയ്തത് കാരണം പുതിയ ആളുകൾക്ക് ചിലപ്പോൾ അത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഡാറ്റ എൻട്രി വർക്കിംഗ് ആണ്, ടൈപ്പിംഗ് വർക്കിംഗ് ആണ്. ഇപ്പോൾ വെർച്വൽ അസിസ്റ്റൻറ്റ് നമുക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം, ചിലപ്പോൾ അത് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അത് അവൈലബിൾ അല്ല. അവൈലബിൾ ആണെങ്കിൽ അത് താഴെ വരും. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ, ഇപ്പോൾ ഡാറ്റ കളക്ഷൻ നമുക്ക് ആദ്യം കൊടുത്ത ഡാറ്റ കളക്ഷനോ ഡാറ്റ മൈനിങ്ങോ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നീട് ടൈപ്പിംഗ് യൂസ് ചെയ്ത് കോപ്പി പേസ്റ്റ് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കോപ്പി പേസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ 5 കീവേഡ്സ് നിങ്ങളിതുപോലെ കൊടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓരോ സെക്ഷനും നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വന്നിട്ട് പ്രൈസിംഗ് ആണ്. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഈ ഒരു സെക്ഷനിൽ ക്രിയേറ്റ് പാക്കേജസ് കൊടുക്കുന്നത് നല്ലത്. ഇപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്നത് ഏകദേശം ഇവിടെ നിങ്ങൾക്ക് കാണാം ബേസിക്, സ്റ്റാൻഡേർഡ്, പ്രീമിയം. അതുപോലെ തന്നെ ബേസിക്കിൽ ഇപ്പോൾ നിങ്ങളുടേതായ ടെക്സ്റ്റ് കൊടുക്കണം. ഞാൻ കാണിക്കുന്നതിൽ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി കാണിക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് പാക്ക് എന്ന് അല്ലെങ്കിൽ ബേസിക് എന്ന് തന്നെ കൊടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ സിൽവർ പാക്ക് എന്ന് കൊടുക്കാം, ഗോൾഡൻ പാക്ക്, അതുപോലെ തന്നെ പ്ലാറ്റിനം പാക്ക്, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ മുകളിലുള്ള പോലെ തന്നെ ബേസിക്, സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ പ്രീമിയം, ഇങ്ങനെ തന്നെ കൊടുത്താലും മതിയാവും, യാതൊരു പ്രോബ്ലവും ഇല്ല. ഇനി ടെക്സ്റ്റ്, ബേസിക്കിൻ്റെ ടെക്സ്റ്റ് ഇതുപോലെ I will do 2 hours of data entry, data mining, web research. ഇത് നിങ്ങൾക്ക് ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിട്ട് ഇതുപോലെ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷൻസ് ആണ് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത്. പ്രീമിയം അതുപോലെ തന്നെ I will do 20 hours. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഡെലിവറി ടൈം ഇതുപോലെ 2 ദിവസം കൊടുക്കാം. നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് കൊടുക്കാം. ഓക്കെ, ഇവിടെ 3 ദിവസം കൊടുക്കാം. ഹവേഴ്സ് ഓഫ് വർക്ക് ഇപ്പോൾ ഇവിടെ കൊടുത്ത പോലെ നിങ്ങൾക്ക് 2 ഹവേഴ്സ് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ അതുപോലെ തന്നെ 6 ഹവേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതെല്ലാം നിങ്ങളുടെ മറസി അനുസരിച്ച് ചെയ്യുക. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയ വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ. റിവിഷൻസ് ബേസിക് പാക്കേജിൽ ഒരിക്കലും നിങ്ങൾ റിവിഷൻസ് കൊടുക്കാതിരിക്കണം നല്ലത്. കാരണം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അവർ റിവിഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റീവർക്ക് ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബേസിക് പാക്കേജിൽ റിവിഷൻ കൊടുക്കേണ്ട. ബാക്കിയുള്ള പാക്കേജിലൊക്കെ ഓരോ റിവിഷൻസ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. പ്രൈസ് അതുപോലെ ഇപ്പോൾ ഫസ്റ്റ് പാക്കേജിൽ 15 കൊടുക്കാം. ഇവർ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 15, സ്റ്റാൻഡേർഡിൽ 45, ദെൻ പ്രീമിയം 150. സ്റ്റാൻഡേർഡ് 45, പ്രീമിയം 150. ഓക്കെ, ഇപ്പോൾ പാക്കേജുകൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അഡീഷണൽ ഹവേഴ്സ് വേണമെങ്കിൽ ഐ വിൽ ചാർജ് ഒരു ഹവറിന് എത്ര 1 hour ഓഫ് വർക്കിന് നമുക്ക് വേണമെങ്കിൽ ഒരു $15 അഡീഷണലി ചാർജ് ചെയ്യാമെന്ന് പറയാം. അതുപോലെ തന്നെ എല്ലാ പാക്കേജിലും സെയിം കൊടുക്കുക. അതായത് 1 മണിക്കൂർ അഡീഷണൽ അവർ നമ്മളുടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും $15 അവർ ചാർജ് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്ട്രാ ഫാസ്റ്റ് ഡെലിവറി നമ്മളിപ്പോൾ എല്ലാം കൊടുത്തിരിക്കുന്നത് 2 ദിവസം 3 ദിവസമാണ്. ഒരു ദിവസത്തിനുള്ളിൽ ക്ലയൻറ്റിന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്കൊരു $20 ചാർജ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പുതിയ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ $10 ഒക്കെ ചാർജ് ചെയ്താൽ മതി. ഓക്കെ, 20. അഡീഷണൽ റിവിഷൻ എന്തെങ്കിലും വേണമെങ്കിൽ അതിന് എക്സ്ട്രാ നമുക്കൊരു $15 ചാർജ് ചെയ്യാം. ഒരു ദിവസം കൂടി കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ സബ്സ്ക്രിപ്ഷൻ പാക്കേജുകൾ വന്നിട്ടുണ്ട്. അതായത് റിപ്പീറ്റ് ഓർഡേഴ്സ് നമുക്ക് മന്ത്ലി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓഫേഴ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട, നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അതൊക്കെ നല്ല വർക്കുള്ള സെല്ലേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എന്തൊക്കെ ഈ ഡാറ്റ എൻട്രി വർക്കിൽ ചെയ്യാൻ സാധിക്കും. ഇവരുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ നല്ല ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നല്ല ക്ലിയർ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഇവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഫോർ എ ബിസിനസ് ഓൺട്രപ്രണർ ലൈക്ക് യു ടൈം ഈസ് ഗോൾഡ്, യു മേ വേസ്റ്റ് യുവർ ടൈം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഈ സർവീസുകൾ, ഇത് മസ്റ്റാണ്. സർവീസുകൾ എന്തൊക്കെ സർവീസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഈ സർവീസുകൾ എന്തായാലും എല്ലാ ഡാറ്റ എൻട്രി വർക്കുകളിലും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചില ഐഡിയാസ് എല്ലാം കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ ഓർഡറെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ കൊടുക്കാം. യാതൊരു പ്രോബ്ലം വരില്ല. കാരണം ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിസ്ക്രിപ്ഷനും ഇതുപോലെ തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ നിങ്ങളുടെ ജസ്റ്റ് നിങ്ങളുടെ പേര്, നിങ്ങൾ എന്താ ചെയ്യുന്നു എന്നുള്ള ചെറിയൊരു നോട്ട് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇതെല്ലാം വായിച്ച് നോക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ എന്തായാലും നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾക്ക് എത്ര സമയം വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയൊക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇതൊന്നും നോക്കണ്ട, FAQ ഒന്നും ഇപ്പോൾ നിങ്ങൾ കൊടുക്കണ്ട. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഗെറ്റ് ഓൾ ദ ഇൻഫർമേഷൻ യു നീഡ് ഫ്രം ദ ബയർ ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. അതായത് ഇപ്പോൾ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബയർ നമുക്ക് എന്ത് ഫയലാണ് തരേണ്ടത്, അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ട് എന്ത് ഫയലാണ് നമുക്ക് കിട്ടേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റാണ് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, പ്ലീസ് പ്രൊവൈഡ് യുവർ ഫയൽ ഫോർ ദ ഡാറ്റ എൻട്രി വർക്ക് എന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് യൂസ് ചെയ്തത് അത് ബേസ് ചെയ്തിട്ട് ഒരു നോട്ട് ഇവിടെ കൊടുക്കുക. ഇപ്പോൾ എക്സൽ വർക്കാണ് നിങ്ങൾ ചെയ്യുന്നത്, അതിനുള്ള സർവീസാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഏകദേശം ഇതുപോലൊരു ടെക്സ്റ്റ് കൊടുക്കാം. ചെറിയൊരു ടെക്സ്റ്റ് ഇതുപോലെ, പ്ലീസ് പ്രൊവൈഡ് യുവർ കംപ്ലീറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദിസ് ഡാറ്റ എൻട്രി ഓർ എക്സൽ ജോബ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കാറ്റഗറി അനുസരിച്ച് വേണം ഇതുപോലൊരു ടെക്സ്റ്റ് കൊടുക്കാൻ. ദെൻ ഇവിടെ ഫ്രീ ടെക്സ്റ്റ് മതി, ദെൻ ആഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഈ ഒരു സർവീസ് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് എന്ത് വർക്ക് ചെയ്യാൻ ആണെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു ഫയൽ എന്തായാലും വേണം. അത് റിലേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ ആ ജോബ് ചെയ്യുന്നത്. അത് അവർ ഈ ഒരു സെക്ഷനിൽ സബ്മിറ്റ് ചെയ്യും. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഈ സേവ് ബട്ടൺ വർക്കാവില്ല. ഇവിടെ ഒരു ചെറിയൊരു ഇമേജ്, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഇതൊരു ഇമേജ് അവർ കൊടുത്തിരിക്കുന്ന ഇമേജാണ്. ഇതുപോലെ ഒരു ജസ്റ്റ് ഒരു ഇമേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇമേജ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാം. ഫോട്ടോഷോപ്പ് ഇല്ലാത്ത ആളുകൾ മൊബൈലിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ canva.com യൂസ് ചെയ്യാം. ക്യാൻവ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ക്യാൻവ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. ഏത് ടൈപ്പ് ഇമേജസ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മളിവിടെ മൗസ് ഓവർ വെക്കുമ്പോൾ റൈറ്റ് സൈഡിൽ റെക്കമെൻഡഡ് ഇമേജ് 1280x769 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്യാൻവയിൽ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ഡിസൈൻ കൊടുക്കുക, കസ്റ്റം സൈസ് കൊടുക്കുക, വിഡ്ത്ത് 1280 x 769. ഓക്കെ, 769. ദെൻ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കിട്ടി, കറക്റ്റ് സൈസ് ആയിരിക്കും അത്. ഇനി ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഇമേജ്, നിങ്ങളുടെ ഇമേജ് വേണമെങ്കിൽ വെക്കാം. അതുമല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു ടെംപ്ലേറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഇമേജിന് പകരം നിങ്ങളുടെ ഇമേജ് കൊടുക്കാം. നിങ്ങളുടെ ഇമേജ് വേണമെങ്കിൽ ഇത് ഈ ഇമേജ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഇമേജ് ഇപ്പോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇമേജ് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ടെക്സ്റ്റ് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വിൽ ക്രിയേറ്റ് ഡാറ്റ എൻട്രി, അല്ലെങ്കിൽ ഇവർ ചെയ്തതുപോലെ ഡാറ്റ എൻട്രി, ഡാറ്റ കളക്ഷൻ, ഡാറ്റ മൈനിങ്, ഇതുപോലെ ടെക്സ്റ്റ് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഓടിച്ചൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതെല്ലാം. കൊടുത്തതിന് ശേഷം ഈ ഷെയർ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇമേജ് തന്നെ എടുക്കാം. ഓക്കെ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഓരോ ടെക്സ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇവിടെ കാണാം വെബ് റിസർച്ച്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമേജും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഷെയർ ബട്ടൺ പ്രസ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഞാൻ പെട്ടെന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇമേജ് സെക്ഷനിൽ ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ ഒരു ഇമേജ് കറക്റ്റ് സൈസിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇമേജ് എല്ലാം നമുക്ക് ക്യാൻവയിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇനി ഇവിടെ വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ വീഡിയോസ് ചെയ്യാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഡാറ്റ എൻട്രിനെ കുറിച്ച് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. വേണമെങ്കിൽ ചെയ്താൽ മതി, യാതൊരു പ്രോബ്ലം ഇല്ലാതെ ചെയ്തില്ലെങ്കിൽ. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് ദെയർ, ദെൻ പബ്ലിഷ് ഗിഗ്. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് വേണമെങ്കിൽ ഫേസ്ബുക്കിൽ അതിലൊക്കെ നിങ്ങളുടെ പുതിയ സർവീസ് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇനി പ്രിവ്യൂ നമുക്ക് ജസ്റ്റ് നോക്കാം. സേവ് ആൻഡ് പ്രിവ്യൂ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഗിഗ് ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാം. നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ഏറ്റവും മുകളിൽ നമ്മുടെ കാറ്റഗറി കാണാം. ഡാറ്റ എൻട്രി കോപ്പി പേസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ ഓരോ പാക്കേജുകൾ ഓരോ പാക്കേജുകൾ സെറ്റായിട്ടുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഇൻഡസ്ട്രി ഇവിടെ വന്നിട്ടുണ്ട്. ടൂൾസ് എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡാറ്റ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസുകൾ ഫൈവറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും വർക്ക് നിങ്ങൾക്ക് കുറച്ച് ടൈം എടുത്താലും ലഭിക്കുന്നതാണ്. പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മാക്സിമം മറ്റുള്ള പ്ലാറ്റ്ഫോംസിലെല്ലാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം നിങ്ങളെ വർക്കിനെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യുക. ലോക്കലായിട്ടും അതുപോലെ തന്നെ ഇൻ്റർനാഷണലായിട്ടും ഉള്ള ഗ്രൂപ്പുകളുണ്ട്, അതെല്ലാം ഷെയർ ചെയ്യുക. ഒരുപാട് വർക്കുകൾ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സർവീസ് ഫൈവറിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച്. അതുപോലെ തന്നെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഫൈവറിൽ എങ്ങനെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, എങ്ങനെ വർക്ക് കിട്ടും എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് പ്രൂഫ് അടക്കം ഞാൻ ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫൈവർ ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിലും ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആദ്യം മുതൽ ഇത് കണ്ട് പഠിച്ച് എടുക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഡാറ്റ എൻട്രി കാറ്റഗറിയിൽ നിന്നും, അത് ഫൈവറിൽ നിന്നും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നുള്ള ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.